ദേ ഇത് കണ്ടോ, ഈ ഒരു ഫോട്ടോ ആയിരുന്നു കസ്റ്റമർ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം സെയിം ആയിട്ട് ഇത് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം ഇത് വേറെ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് വേറെ ആൾക്കാർ ചെയ്തതാണല്ലോ. അതെങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്കറിയണതുപോലെ നമ്മൾ ആ ഒരു മോഡലിലേക്ക് ആ ഒരു ഫ്രോക്കിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് അതിൽ ഫ്ലവേഴ്സാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോക്കിയാലോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ബോഡിയിൽ നമ്മൾ ആ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ആ ഒരു ലുക്ക് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ ഇതുപോലെ കെട്ടിക്കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും അതിൽ ജസ്റ്റ് ഒരു ക്ലിപ്പും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാതായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചാണേ. പിന്നെ ഫുൾ സ്ലീവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതുപോലെ ആ സ്ലീവ്സിൽ നമ്മൾ ആ ഫ്ലവറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബോട്ടം പോർഷൻ അത്യാവശ്യം നല്ല ഫ്ലയർഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അടിയിൽ സ്റ്റിഫും കോട്ടണും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ടോട്ടൽ ഔട്ട്ഫിറ്റിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന സ്ഥലം ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു സ്ഥലമാണോ അതോ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലമാണോ ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ശരിക്കും ലേഡീസിൻ്റെ ഡ്രസ്സ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷേ അവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതും എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായത്?